നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഭേദപ്പെട്ട വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അപ്രമാദിത്വത്തിനെതിരെയാണ് അണിയറ നീക്കങ്ങൾ നടക്കുന്നത്. കോൺഗ്രസ് തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് വി.ഡി. സതീശന്റെ മിടുക്കാണെന്നാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത്. പാർട്ടിയിലെ ഏക നേതാവായി വി.ഡി. സതീശൻ മാറിയെന്നാണ് അദ്ദേഹത്തിന്റെ വാഴ്ത്തിപ്പാട്ടുകാരും സോഷ്യൽ മീഡിയ സ്തുതിപാഠകരും തള്ളിമറിക്കുന്നത്. പാർട്ടിക്കുള്ളിലും പുറത്തും മുക്കാൽ പിണറായിയാണ് വി.ഡി. സതീശൻ എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് പി.വി. അൻവറാണ്. എന്നാൽ ഈ ട്രോളിനോട് കെ. സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പൂർണ്ണമായി യോജിക്കുകയാണ്. പാർട്ടിയിൽ എന്തിനും പോന്ന യുവ നേതാക്കളെ കോർത്തിണക്കി ടീം സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തലപ്പത്ത് ക്യാപ്റ്റനായി സ്വയം വിരാജിക്കുകയാണ് പറവൂർ എം.എൽ.എ. ലീഡർ കെ. കരുണാകരന്റെ കാലത്ത് പോലും ഏക കേന്ദ്രീകൃത നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. കരുണാകരന് സമാന്തരമായി എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ അന്നുണ്ടായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി യുഗത്തിൽ അതിശക്തമായ എതിർ സാന്നിധ്യമായി രമേശ് ചെന്നിത്തലയുണ്ടായിരുന്നു. കെ. സുധാകരൻ എന്ന അധികായനായ നേതാവിനെ ഹൈക്കമാൻഡിൽ നടത്തിയ കുത്തിത്തിരിപ്പ് കാരണം ഒതുക്കി മൂലയിലിരുത്തിയ വി.ഡി. സതീശൻ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്യാപ്റ്റനായി സ്വയം അവരോധിക്കുകയാണ്. CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വ്യക്തിപ്രഭാവം കോൺഗ്രസിൽ സ്വയം അവകാശപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന ചോദ്യം സ്വയം പ്രചരിപ്പിക്കുന്നത്. ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ കോൺഗ്രസിൽ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. നിലമ്പൂരിന്റെ വിജയശില്പി ആരെന്ന വിവാദത്തിന് പിന്നാലെ ക്യാപ്റ്റൻ ആരെന്ന ചോദ്യമാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചാ വിഷയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ പരിഭവവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടതോടെയാണ് പാർട്ടിയിൽ വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. താനും ഉമ്മൻചാണ്ടിയും മുന്നണിയെ നയിച്ചിരുന്നപ്പോൾ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയിരുന്നു. അന്നൊന്നും തങ്ങളെ ആരും ക്യാപ്റ്റൻ എന്നൊന്നും വിശേഷിപ്പിച്ചിരുന്നില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. താനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് 18 തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തായിരുന്നു പ്രവർത്തിച്ചത്. പക്ഷെ ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിരുന്നില്ലെന്നാണ് ചെന്നിത്തല പ്രതികരിച്ചത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച വേളയിലും വിജയശില്പിയെക്കുറിച്ചുള്ള തർക്കം ഉടലെടുത്തിരുന്നു. സുധാകരൻ സതീശനിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ച വിവാദം പരസ്യമായ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിവെച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അന്നത്തെ KPCC പ്രസിഡന്റ് കെ. സുധാകരനും തമ്മിൽ പരസ്യമായ വാക്പോരിന് തുടക്കം കുറിച്ചതും അന്നായിരുന്നു. ഇതിനുശേഷം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും സമാനമായ വടംവലിക്ക് വേദിയൊരുങ്ങി. പാർട്ടിയിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് താൻ തന്നെയാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കം രമേശ് ചെന്നിത്തല നടത്തിയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമമാണ് ചെന്നിത്തല നടത്തുന്നതെന്നും കോൺഗ്രസിനകത്തു തന്നെ ആരോപണം ഉയർന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം രമേശ് ചെന്നിത്തലയെ വിവിധ സംഘടനകൾ മുഖ്യാതിഥിയായി ക്ഷണിച്ചതോടെ സതീശൻ വിഭാഗത്തിന് ആശങ്കയേറി. രമേശ് ചെന്നിത്തലയെ അഭിനന്ദിച്ച് SNDP ജനറൽ സെക്രട്ടറിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ചെന്നിത്തലയെ ഏറ്റവും സ്വീകാര്യനായ നേതാവായി മാധ്യമങ്ങളും വിശേഷിപ്പിച്ചു. സംസ്ഥാനത്ത് UDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ K.C. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്നുള്ള പ്രചരണങ്ങളും ഇതേ കാലത്തുണ്ടായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടുള്ള ചെന്നിത്തലയുടെ പരിഭവത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി നൽകി കഴിഞ്ഞു. താൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല കേണലാണെന്നും ക്യാപ്റ്റനേക്കാൾ വലുത് കേണലല്ലേ എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നിലമ്പൂരിലെ വിജയശില്പിയായി KPCC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ K.C. വേണുഗോപാലിനെയും ഒരു വിഭാഗം നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ K.C. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. തന്നെ മാറ്റി വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രമേശ് ചെന്നിത്തല നേതൃത്വവുമായി ഏറെക്കാലം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയിൽ പ്രത്യേകം ക്ഷണിതാവാക്കുകയും മഹാരാഷ്ട്രയുടെ ചുമതല നൽകുകയും ചെയ്തതിനു ശേഷമാണ് ചെന്നിത്തല പിണക്കം മാറി പ്രവർത്തനങ്ങളിൽ സജീവമായത്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന വേളയിൽ താൻ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ പലതും കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്തില്ലെന്ന ആക്ഷേപം ചെന്നിത്തല ഉയർത്തിയിരുന്നു. സതീശനിസം എന്നൊന്നില്ലെന്നും നിലമ്പൂരിലെ വിജയം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും വിജയമാണെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയദിനം തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും UDF വൻ വിജയം നേടാനായതോടെ കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ ജാഗ്രതയിലാണ്. ആരാണ് മികച്ചത് എന്ന തർക്കം കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമോ എന്ന സംശയമാണ് പല നേതാക്കൾക്കും ഉള്ളത്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പരസ്പരം അടികൂടുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാപ്റ്റൻ കോൺഗ്രസിന്റെ നായകത്വം ഏറ്റെടുക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്.